എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചൊരു കറിയാണേ. ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ കൊള്ളാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് സോയാബീൻ നമുക്ക് ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടുവെള്ളത്തിൽ സോയാബീൻ ഒരു 10 മിനിറ്റ് ഇട്ടേക്കണേ. പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തണുത്തു വന്നു. അന്നേരം നമുക്ക് ഇതിലുള്ള വെള്ളം മുഴുവൻ പിഴിഞ്ഞ് ഒരു പാത്രത്തിലോട്ട് വെക്കാം. സോയാബീനിലുള്ള വെള്ളം മുഴുവൻ പിഴിഞ്ഞെടുക്കണം, നല്ലതായിട്ട് പിഴിഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ഇരിക്കല്ല. അതിപ്പോൾ എല്ലാം പിഴിഞ്ഞാനെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് 3-4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പിടി മല്ലിയില, വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന ഒരു 6-7 വറ്റൽമുളക്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 5-6 ബദാം. കറിക്കൊരു ടേസ്റ്റും കൊഴുപ്പൊക്കെ കിട്ടാനാണ്. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പുറത്ത് നമ്മൾ മാറ്റി പിഴിഞ്ഞ് വെച്ച സോയാബീനകത്തോട്ട് ഇച്ചിരി ഉപ്പ്, ഇച്ചിരി മഞ്ഞൾ, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി വെക്കാം. ഉപ്പും ഒക്കെ അത് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് മാറ്റി അങ്ങോട്ട് വെക്കാം. നമുക്കൊരു പാത്രം ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് കടുകെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 4 ടീസ്പൂൺ കടുകെണ്ണ ഒഴിച്ച് അതിനകത്തോട്ട് 1 സ്പൂൺ ജീരകം ഇട്ട് പൊട്ടിച്ചു. ഒരു വലിയ സവാള പൊടി പൊടിയായി അരിഞ്ഞതും അതിനകത്തോട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. സവാളയുടെ നല്ല ഗോൾഡൻ കളറാകണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് സവാള കളറൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് 2 തക്കാളി ചിരണ്ടി എടുത്തത് ഒഴിച്ചു. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടു. സോയാബീൻ പുരട്ടി വെച്ചപ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നിടാം. അതിനാണ് ഇപ്പോൾ കുറച്ചിട്ടത്. ഇത് മസാല എണ്ണ തെളിയും വരെ നമുക്ക് വഴറ്റിയെടുക്കണം. പച്ച ചുവ ഒന്നും കിടക്കരുത്. ഇപ്പോൾ കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. അതിനകത്തോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. നമുക്ക് ഗ്രേവി നല്ലതുപോലെ വഴറ്റി മുരിഞ്ഞ് എണ്ണ തെളിഞ്ഞു വന്നപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന സോയാബീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സോയാബീനകത്ത് നമ്മൾ പിഴിഞ്ഞാലും ഇച്ചിരി വെള്ളമൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പറ്റി വരണം. പിന്നെ നമ്മളിട്ട മസാലയൊക്കെ അതിലൊന്ന് പിടിക്കണം. അതിന് വേണ്ടി നല്ലതുപോലെ ഇളക്കിയിട്ട് ഏറ്റവും ചെറിയ തീയിലിട്ട് ഒരു 4-5 മിനിറ്റ് വെക്കാം. ഇപ്പോൾ 4-5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കി. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേകാനായിട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് തീ മീഡിയം ഇട്ട് വേവിക്കാം. ഇതിനകത്തിട്ട വെള്ളം, ഈ വെള്ളം മുഴുവൻ പറ്റി വരണേ. ആ വെള്ളം മുഴുവൻ പറ്റി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യം മിക്സിക്കകത്ത് അരച്ചില്ലേ ഒരു മസാലക്കൂട്ട്, അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആ മസാലയും ഇതേ കിടന്ന് പിടിക്കണം. മിക്സി കഴുകി ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇപ്പോൾ രണ്ടാമതിട്ട മസാലകളും ഇതിൽ നല്ലതുപോലെ പിടിക്കണം. അതിനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം.
ഇതൊരു ശകലം കസൂരി മേത്തിയാണേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി അതിൻ്റെ കൂടെ മല്ലിയില ഇട്ട് കൊടുത്തു. ഒരു സ്പൂണ് നെയ്യും കൂടെ ഞാനിട്ട്, ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു. നമുക്കിതൊരു 5 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇട്ട നമ്മുടെ മസാലയും അതും ഇതുമെല്ലാം ഒന്ന് പിടിക്കാനാണേ. അതുകൊണ്ട് നമ്മുടെ കറി ആയിട്ടുണ്ട്. ഗ്രേവി വേണമെങ്കിൽ ഗ്രേവി കൂട്ടി വെക്കാം. അതിന് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും.